ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ആദ്യം ഏഴാറ്റുമുഖം, അവിടുന്ന് അതിരപ്പള്ളി വാഴച്ചാൽ. അതാണ് പരിപാടി. ഈ വീഡിയോയിൽ ഏഴാറ്റുമുഖത്തെ കാഴ്ചകളാണുള്ളത്. അടുത്ത വീഡിയോയിൽ അതിരപ്പള്ളി വാഴച്ചാൽ ഇടാൻ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ ഗോശ്രീ പാലത്തിലൂടെയാണ് പോകുന്നത്. 3 പാലങ്ങൾ ചേർന്ന് വൈപ്പിൻ ദ്വീപിനെ മെയിൻലാൻഡുമായി കണക്ട് ചെയ്യുന്നതാണ് ഗോശ്രീ ബ്രിഡ്ജ്. സമയം രാവിലെ 7 കഴിഞ്ഞതേ ഉള്ളൂ. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ എത്രയും നേരത്തെ യാത്ര തിരിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അന്തരീക്ഷം നല്ല ഭംഗിയിൽ നിൽക്കുന്നു. ആ കാണുന്ന ചെറിയ കപ്പലാണ് നെഫർട്ടിറ്റി. അതിൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലുണ്ട്. ഇപ്പോൾ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിലൂടെയാണ് പോകുന്നത്. ആലുവ ക്ഷേത്രത്തിനടുത്ത വണ്ടി നിർത്തി രാവിലത്തെ ഭക്ഷണം കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആ കാണുന്നതാണ് ആലുവ ശിവക്ഷേത്രം. ഭക്ഷണം കയ്യിൽ കരുതിയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു യാത്ര തുടരുന്നു. ഇതാ പ്രകൃതിയുടെ മുഖം പതിയെ മാറാൻ തുടങ്ങി. പച്ചപ്പു കലർന്ന മരങ്ങളൊക്കെയുള്ള സ്ഥലത്തിലൂടെയാണ് യാത്ര. റൂട്ടിനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല. ഗൂഗിളിൽ ഏഴാറ്റുമുഖമെന്ന് സെർച്ച് ചെയ്താൽ മതി. മലകൾ നിറഞ്ഞ ഭൂപ്രകൃതിയായി. ഏഴാറ്റുമുഖം എത്താനാകുമ്പോൾ റോഡിനിരുവശവും ഒരുപാട് എണ്ണപ്പനകൾ കാണാം. സിറ്റി ലൈഫിലെ തിരക്കിൽ നിന്നും നമ്മളെ പെട്ടെന്ന് റീചാർജ് ചെയ്യാൻ കഴിയുന്ന ഭൂപ്രകൃതിയാണ്. ഞങ്ങൾ ഏഴാറ്റുമുഖത്ത് എത്തി. രാവിലെ ആയതിനാൽ വാഹനങ്ങളൊക്കെ കുറവാണ്. ടിക്കറ്റ് ചാർജൊക്കെ കുറവാണെന്ന് തന്നെ പറയാം. ഒരാൾക്ക് 20 രൂപയേ ഉള്ളൂ. ക്യാഷ് ചേഞ്ച് കയ്യിൽ കരുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബാലൻസ് തിരിച്ചു പോകുമ്പോൾ കളക്ട് ചെയ്യാൻ പറയാൻ ചാൻസ് ഉണ്ട്. 500 രൂപയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ബാലൻസ് വാങ്ങാൻ നമ്മൾ മറന്നാൽ പണി പാളും. ഇവിടെ എന്താണുള്ളത്? ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു പുഴയും അതിൻ്റെ അടുത്തട്ട് കരിങ്കല്ലും. ആ പുഴയിൽ വെള്ളം കുറവുമായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല തെളിഞ്ഞ വെള്ളവും എന്നാൽ അധികം ആഴവും ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ കുട്ടികളും ഫാമിലിയും ഒക്കെയായി കുളിക്കാം. പിന്നെയുള്ളത് ഒരു തൂക്കുപാലമാണ്. അതിൽ കയറിയാൽ നല്ലൊരു വ്യൂ കിട്ടും. കൂടാതെ മറ്റേ അറ്റത്ത് ഒരു പാർക്കുമുണ്ട്. ഈ പുഴയുടെ ഒരു സൈഡിലൂടെ ഒരു കനാൽ പോലെ നിർമ്മിച്ച് വെള്ളം വഴിതിരിച്ചു വിടുന്നുണ്ട്. നല്ലൊരു പങ്ക് വെള്ളവും ഇങ്ങനെ വഴിതിരിച്ചു പോവുകയാണെന്ന് തോന്നുന്നു. പ്രകൃതിയോട് ചേർന്ന് ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന ഭാഗത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു കുളിക്കാനൊക്കെ. എന്നാലും ഒരു ശ്രദ്ധ വേണം. കൂടാതെ അധികം ദൂരെ മാറിയൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു പാർക്കാണെന്ന് പറഞ്ഞല്ലോ. അവിടെ കയറുന്നതിന് വേറെ ടിക്കറ്റ് എടുക്കണം. 15 രൂപയാണ് ഒരാൾക്ക്. ഒരു ഇടത്തരം പാർക്കാണെന്ന് പറയാം.
ഞങ്ങൾ സാറ്റർഡേ ആണ് പോയത്. വളരെയധികം തിരക്കുണ്ടായിരുന്നില്ല. 7 ആറുകൾ സംഗമിക്കുന്ന സ്ഥലമാണിത് എന്നാണ് പറയപ്പെടുന്നത്. 7 ആറുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ അങ്ങ് നീങ്ങിയായിരിക്കണം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുന്നതിന് മുമ്പ് കുറേ നേരം കുളിച്ചിരുന്നു. ഒരു ഹാഫ് ഡേക്ക് പറ്റിയ സ്ഥലമാണ് എന്നാണ് മനസ്സിലായത്. ഏഴാറ്റുമുഖവും അതിരപ്പള്ളി വാഴച്ചാലും ചേർന്ന ഒരു ട്രിപ്പ് ആക്കിയാൽ ഒരു നല്ല വൺ ഡേ ട്രിപ്പാകും. ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്ററാണ് അതിരപ്പള്ളിയിലേക്കുള്ളത്. പുറത്തുനിന്ന് ഫുഡ് അലൗഡ് അല്ല. അവിടെ തന്നെ ഹോട്ടലുണ്ട്, അവിടെ നിന്നും കഴിക്കാം. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രവേശന കവാടത്തിന് പുറത്ത് ഇറങ്ങിയിട്ട് കഴിക്കാം. പ്രത്യേക സ്ഥലമൊന്നുമില്ല. റോഡ് സൈഡിൽ വണ്ടി ഒതുക്കേണ്ടി വരും. വെള്ളത്തിൽ കുളിച്ചാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയൊക്കെ മൊത്തത്തിലുള്ള സ്ഥലം തന്നെയാണ്. നൂറ്റാണ്ടുകളോളം വെള്ളം ഒഴുകി ആയിരിക്കണം പാറകൾക്കൊക്കെ ഒരു പ്രത്യേക ഷേപ്പാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അന്നത്തെ പോലെ ഒക്കെ തന്നെയാണ് പുഴയുടെ നിൽപ്പ് ഇന്നും. ഇത് പാലത്തിൻ്റെ മറ്റേ അറ്റത്ത് ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ്. പുഴയുടെ മറ്റേ അറ്റത്ത് വേറെ സ്ഥലമായതിനാൽ ആവണം അവിടെ കയറുന്നതിന് പ്രത്യേകം വേറെ ടിക്കറ്റ് എടുക്കണം. വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് ഒരു സ്ഥലം, പക്ഷേ 2 സ്ഥലത്ത് ടിക്കറ്റ് എടുക്കേണ്ടി വന്നത് ഒരു അഭംഗി പോലെ തോന്നി. പാർക്കൊക്കെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഈ പാർക്കിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഓപ്ഷണലാണ് കേട്ടോ. അവിടെ കയറുന്നില്ലെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. പാലത്തിൻ്റെ മറ്റേ അറ്റം വരെ നടന്നിട്ട് തിരിച്ചു പോരാം. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്ന് കാണാൻ മാത്രം പ്രത്യേകതയൊന്നും പാർക്കിലുണ്ടെന്ന് തോന്നിയില്ല. കോവിഡ് കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇത് തുറന്നിട്ട്. അതിനാൽ ഫുള്ളി ഫങ്ഷണൽ അല്ല. ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിലുള്ള കാഴ്ച. ഈ വീഡിയോ പല രാജ്യത്തു നിന്നും കാണുന്നവരുണ്ടാകാം. അവരുടെ കൂടെ കൗതുകത്തിനാണ് പല ആംഗിൾ വീഡിയോസ് എടുത്തിരിക്കുന്നത്. കുരങ്ങച്ചന്മാരെയൊക്കെ കാണാം. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പ്ലാൻ ചെയ്യാം. നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇവിടുന്ന് തിരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇവിടുന്ന് നേരെ അതിരപ്പള്ളി വാഴച്ചാൽ. പോകുന്ന വഴി ഭക്ഷണം കഴിക്കണം. ഉച്ചയ്ക്കുള്ള ഭക്ഷണവും എടുത്തിട്ടുണ്ട്.
പോകുന്ന വഴി ഇവിടെ വണ്ടി നിർത്തിയാണ് ഭക്ഷണം കഴിച്ചത്. ചുറ്റും എണ്ണപ്പനകളാണ്.